ഞാൻ ക്രിയേറ്റ് ചെയ്ത എൻ്റെ ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇനി നമ്മുടെ റെഗുലർ ആയിട്ടുള്ള സാരി അല്ലെങ്കിൽ പട്ടുപാവാട, ദാവണി, സെറ്റുമുണ്ട് ഇതൊന്നും അല്ലാണ്ട് ഓണത്തിന് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സും അതേപോലെ തന്നെ കുറച്ച് ആക്സസറീസും ബ്ലൗസ് ഡിസൈൻസും ഒക്കെ പരിചയപ്പെടുത്തട്ടെ. ഫസ്റ്റ് ഡിസൈൻ വന്നിട്ട് ഒരു കോഴ്സെറ്റ് മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റും കാര്യങ്ങളുമാണ്. റെഗുലർ ആയിട്ട് കോഴ്സെറ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ തിങ്ക് അബൌട്ട് അതൊരു നമുക്കൊരു ഓണത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ. അപ്പോൾ ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഇങ്ങനെ അവരെനിക്ക് തോന്നുന്നു കൂടുതലും സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഈ ഒരു കോഴ്സെറ്റ് മോഡൽ ഡ്രസ്സിനാണ്, ആ ഒരു ഔട്ട്ഫിറ്റും കാര്യങ്ങളുമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളും താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഇനിയിപ്പം ലൈക്ക് ഐഡിയാസ് വേണം അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ഓർഡർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാമല്ലോ. ഓഫ് കോഴ്സ് ഇറ്റ്സ് നോട്ട് എ സ്പോൺസർഡ് വീഡിയോ. എനിക്ക് പേഴ്സണലി കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താണ്, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു കോർസെറ്റ് ടൈപ്പ് മോഡലുള്ള ആ ഒരു ടോപ്പ്, അതുപോലെ തന്നെ അതിന്റെ കൂടെ ഇതർ ഒരു പലാസോ പാൻറ് അല്ലെങ്കിൽ നല്ല യുണീക്ക് ആയിട്ട് നമ്മൾ മറ്റേ ബോക്സ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്ന സ്കേർട്ട് അല്ലെങ്കിൽ അംബ്രല്ല സ്കേർട്ട് അല്ലെങ്കിൽ ഡബിൾ അംബ്രല്ല ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും. നെക്സ്റ്റ് വന്നിട്ട് ഒരു പെപ്ലം ടോപ്പ് പ്ലസ് ഒരു പലാസോ പാൻറ്. ഈ പാപ്ലം സ്റ്റൈലും ഞാൻ അധികം ഓണം ഔട്ട്ഫിറ്റ്സിൽ ആൾക്കാർ പരീക്ഷിച്ച് കാണാത്ത ഒരു സാധനമാണ് കേട്ടോ. അത് ഈ പാപ്ലം ടോപ്സ് വന്നിട്ട് നമ്മുടെ നല്ലൊരു ബ്രൊക്കേഡ് സെറിയിലോ അല്ലെങ്കിൽ ഒരു ഐവറി കളറിലൊക്കെ ചെയ്തെടുത്തിട്ട് നമ്മുടെ ആ ഒരു കസവിന്റെ ബോർഡർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും അത് റാപ്പ് മറ്റേ ഇവിടെ ഇങ്ങനെ റാപ്പ് മോഡലൊക്കെ വരില്ലേ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാലും നല്ല രസമായിരിക്കും. ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി ഒരു പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഫീഡിങ് മദേഴ്സിനൊക്കെ ഒന്നും കൂടി നന്നായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ഓപ്ഷനിലേക്കൊന്നും പോകണ്ട എന്നൊക്കെ ഉണ്ടെങ്കിൽ ക്യാരി ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ഒരു യുണീക്ക് ആയിട്ടുള്ള നല്ലൊരു ഡിസൈൻ ആയിരിക്കും. നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ട് നമുക്കിടയിലേക്ക് ഇപ്പൊ ഭയങ്കര ഫേമസും ട്രെൻഡിങ്ങും ആയിട്ടുള്ള കഫ്താൻ. ഒരു കഫ്താൻ നമുക്ക് രണ്ട് രീതിയിൽ സ്റ്റൈൽ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. ഏതർ നമുക്ക് ബോട്ടം ലൈക്ക് ഒരു പലാസോ വെച്ച് പെയർ ചെയ്യുന്ന രീതിയിൽ, അപ്പൊ അതായത് നമ്മുടെ ടോപ്പ് കഫ്താന്റെ ടോപ്പ് വന്നിട്ട് മുട്ടിന് മേലെ നിൽക്കുന്ന രീതിയിൽ തുന്നിയെടുക്കണം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ലെങ്ത് കഫ്താൻ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അത് ഈ ഒരു ഓണത്തിന്റെ പ്യുവർ ഒരു കസവ് വെച്ച് ചെയ്തെടുത്താൽ രസമായിരിക്കും. ലൈക്ക് ബോഡി വന്നിട്ട് ഐവറി കളർ അല്ലെങ്കിൽ ഒരു ക്രീം കളറൊക്കെ വെച്ചിട്ട് ബോഡി ചെയ്തെടുത്തിട്ട് അതിന്റെ ഒരു കഫ്താൻ ആ ഒരു സ്ലീവിന്റെ പാർട്ടൊക്കെ വരില്ലേ, അപ്പൊ അവിടെയൊക്കെ മറ്റേ കസവിന്റെ ഇപ്പൊ പല ഡിസൈൻസിലുള്ള ബോർഡേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലോ. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഓൾസോ അതേപോലെ തന്നെ ചെറിയ എംബ്രോയിഡറീസ് അല്ലെങ്കിൽ ഹാൻഡ് പെയിന്റ്സ് ഒക്കെ ചെയ്തെടുത്താലും രസമായിരിക്കും. അടുത്തത് വന്നിട്ട് കോട്ട് സെറ്റ് ആണ്. ഈ കോട്ട് സെറ്റും എഗെയിൻ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആൻഡ് ഫേമസ് ആണല്ലോ അല്ലെ. നമ്മുടെ ആ ഒരു റെഗുലർ സൽവാർ അല്ലെങ്കിൽ ഒരു കുർത്തിയിൽ നിന്ന് ഇപ്പൊ ആൾക്കാർ കുറച്ചും കൂടി മാറി പ്രിഫർ ചെയ്ത് കാണുന്ന മറ്റൊരു പാറ്റേൺ ആണ് ഈ ഒരു കോട്ട് സെറ്റ് എന്ന് പറയുന്നത്. എഗെയിൻ അതൊരു കസവ് രീതിയിലൊന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലെങ്കിൽ പോലും നമുക്ക് റെഗുലർ ആയിട്ടുള്ള നല്ല നമ്മുടെ ഓണത്തിന് ചേരുന്ന കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സ്, അതായത് ക്രീം അല്ലെങ്കിൽ ചന്ദന കളർ അല്ലെങ്കിൽ ഐവറി കളറിലൊക്കെ കുറച്ച് പൈപ്പിംഗ്സ് ഒക്കെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കേരള ടച്ച് അവിടെ ഇവിടെയൊക്കെ കൊടുത്ത് ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗന്റ് ഇല്ല, ഒരുപാട് വലിയ വലിയ വർക്ക്സ് ഒന്നും ചെയ്യാണ്ട് ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ റെഡിമെയ്ഡ് ആയിട്ടും ആണെങ്കിൽ പോലും ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ മറ്റൊരു ഡിസൈൻ ആണ് ഈ കോഡ് സെറ്റ് എന്ന് പറയുന്നത്. ഓണം സ്പെഷ്യൽ എഡിഷൻസ് ഒക്കെ ഓഫ് കോഴ്സ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഷറാറ എഗെയിൻ ഈ പറയുന്ന പോലെ ഒരു മോഡേൺ പ്ലസ് ഒരു ട്രഡീഷണൽ മിക്സ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മറ്റൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഒന്നുകൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഈ നമ്മുടെ ഈ ഹൈസ്കൂൾ പിള്ളേരൊക്കെ ഇല്ലേ, അവർക്ക് ഈ സാരി ഓണത്തിനൊക്കെ ഒരു സാരി ക്യാരി ചെയ്ത് പോവുക എന്നൊക്കെ പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. സോ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു കുറച്ചും കൂടി ഒരു യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മറ്റൊരു എഗെയിൻ ഒരു യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അത് വന്നിട്ട് ഈ ഷറാറയിൽ വന്നിട്ട് നമുക്ക് ഈ ടോപ്പൊക്കെ വന്നിട്ട് നമ്മുടെ ഈ ഒരു നൂഡിൽ സ്ട്രാപ്പ് കൊടുക്കുക അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ മറ്റേ നൂഡിൽ തന്നെ ഇങ്ങനെ കെട്ടുന്ന ടൈപ്പ് പാറ്റേൺ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തെടുത്താലും ഒരു ഭംഗിയായിരിക്കും. അപ്പൊ സാരി ലുക്സ് അല്ലാത്ത കുറച്ച് പാറ്റേൺസ് അല്ല ഞാനിപ്പോ പരിചയപ്പെടുത്തിയത്. ഇനി നമുക്ക് ബ്ലൗസിൽ എന്തൊക്കെ കുറച്ച് യുണീക്ക് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേരും സാരി
എന്ന ഒരു ഫാക്ടറിനെക്കാട്ടി കൂടുതൽ ആൾക്കാർ ഇപ്പം കൂടുതലും ബ്ലൗസിനാണല്ലോ കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ബ്ലൗസിൽ പല പല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ആ ഒരു ബ്ലൗസിൽ മൊത്തം അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ഫാഷൻ ഐഡിയാസ് ആൾക്കാർ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഒരു സാരിയിൽ നോക്കുന്നതിനേക്കാൾ ഉപരി ഇപ്പൊ സത്യം പറഞ്ഞാൽ എന്റെ ഫോക്കസ് പലപ്പോഴും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതിലും ബ്ലൗസിൽ കൊണ്ടുവരുന്ന ആ ഒരു ഡിസൈൻസിലും വേരിയേഷൻസിലും വെറൈറ്റീസിലും ഒക്കെ എന്റെ കണ്ണുടക്കാറുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ബ്ലൗസ് ഡിസൈൻസ് പരിചയപ്പെടാം. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ആസ് ട്രഡീഷണൽ ആസ് പോസിബിൾ ആയിട്ട് വെക്കണം, ഒരുപാട് എക്സ്പെരിമെന്റ്സും കാര്യങ്ങളും ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൗസിൽ വന്നിട്ട് അതൊരു സോളിഡ് കളേർഡ് പാറ്റേൺ വരുന്ന ബ്ലൗസസ് അല്ലേ, അത് വെച്ച് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇപ്പൊ ഒരു പേസ്റ്റൽ ഷെയ്ഡിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി ഒരു സോളിഡ് കളേർഡ് ആയിട്ടുള്ള ബ്ലൗസിൽ എന്തെങ്കിലുമൊക്കെ ഈ ഒരു ബാക്കില് ഫ്രണ്ടില് ഒക്കെ കുറച്ച് ആ ഒരു സ്റ്റിച്ചിങ്, ആ ഒരു നെക്കിലൊക്കെ ഡിസൈൻസിൽ വരുന്ന വേരിയേഷൻസ് അല്ലേ, അപ്പം അങ്ങനെ കുറച്ച് വേരിയേഷൻസ് ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ പ്രിൻസസ് കട്ട് ചെയ്ത് റെഗുലർ ഒരു നല്ലൊരു സെറ്റ് സാരിയുടെ കൂടെ പെയർ ചെയ്താൽ നല്ല രസമായിരിക്കും. നെക്സ്റ്റ് നമ്മുടെ ബ്ലൗസിൽ ഒരു ഹൈ നെക്ക് അല്ലെങ്കിൽ ഒരു ലേപ്പൽ നെക്ക് ലൈന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. നമ്മുടെ ഒരു കേരള സ്റ്റൈൽ സാരിയുടെ കൂടെ ഈ ഒരു ഡിസൈൻ അധികം ആരും ചെയ്ത് കൂടുതൽ കണ്ടിട്ടില്ല അല്ലെ. കൂടുതലും ആൾക്കാർ മറ്റേ റൗണ്ട് നെക്ക് അല്ലെങ്കിൽ സ്വീറ്റ് ഹാർട്ട് നെക്ക് ആണ് ചെയ്ത് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പം വൈ നോട്ട് ഇങ്ങനെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടാം. അപ്പോൾ ഇത് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലുക്ക് കൊണ്ടുവരാൻ, ഓൾസോ അധികം ആക്സസറീസും കാര്യങ്ങളൊന്നും ഈ ഒരു നെക്ക് ലൈൻ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് കൊണ്ടുവരേണ്ട ആവശ്യം, ഹെവി ആയിട്ട് പെയർ ചെയ്യുന്ന ഈ ഒരു ചോക്കർ അല്ലെങ്കിൽ ആ ഒരു നെക്ക് പീസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതൊരു ബ്രൊക്കേഡ് അല്ലെങ്കിൽ ഒരു ബനാറസിയിലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. നെക്സ്റ്റ് വരുന്നത് പ്രിന്റഡ് ബ്ലൗസ്. ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഭംഗി കിട്ടുന്നത് നമ്മുടെ ഈ കലങ്കാരി മെറ്റീരിയൽ ചെയ്തെടുത്താലായിരിക്കും. ഓൾസോ ഒരേ സിമിലർ ആയിട്ട് വരുന്ന ഷെയ്ഡ് അല്ലെങ്കിൽ മെറ്റീരിയൽസിൽ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്താലും ഇത് ഭയങ്കര ഭംഗിയായിരിക്കും. അത് ഞാനിവിടെ ഫോട്ടോയിൽ കൊടുക്കാം. അപ്പം ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മുടെ റെഗുലർ ബ്ലൗസ് മെറ്റീരിയൽസിൽ നിന്നും മാറി നമുക്ക് ഒരു യുണീക്ക് ആയിട്ട്, അല്ലെങ്കിൽ അധികം ആരുടെയും ഒരു ഫസ്റ്റ് തോട്ടായിട്ട് അല്ലെങ്കിൽ ഒരു റെഗുലർ തോട്ടായിട്ട് പോലും വരാത്ത ഒരു മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു വെൽവെറ്റ്. ഈ ഒരു നമ്മുടെ കേരള സാരി അധികം ആരും വെൽവെറ്റ് ബ്ലൗസിൽ ഞാൻ അധികം സ്റ്റൈൽ ചെയ്ത് കണ്ടിട്ടില്ല. സോ പണ്ടത്തെ പോലെ ഇപ്പം റെഗുലർ വെൽവെറ്റിനെക്കാട്ടിൽ ഉപരി മാർക്കറ്റിൽ പല ടൈപ്പ് വെൽവെറ്റിന്റെ തന്നെ പല മെറ്റീരിയൽസ് അവൈലബിൾ ആണല്ലോ. ഫോർ എക്സാമ്പിൾ ഒരു മൈക്രോ വെൽവെറ്റ്, അതേപോലെ തന്നെ എംപ്ലിഷ്മെന്റ്സ് ചെയ്ത് വരുന്ന വെൽവെറ്റ്സ്. സോ അതൊരു പ്ലെയിൻ വെൽവെറ്റ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ ഭയങ്കര ഭംഗിയായിരിക്കും ഒരു എംപ്ലിഷ്മെന്റ്സിൽ വരുന്ന വെൽവെറ്റ്. അതാവുമ്പോൾ എക്സ്ട്രാ ഒരു ത്രെഡ് വർക്കോ അല്ലെങ്കിൽ എംബ്രോയിഡറിയോ മറ്റ് ബോർഡേഴ്സോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഇത് നമ്മുടെ ബ്ലൗസ് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ നമ്മുടെ റെഗുലർ നോർമൽ ഒരു ഫ്രണ്ട് കട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഉപരി ആ ഒരു ബ്ലൗസിന് കുറച്ചും കൂടി ഭംഗി, അല്ലെങ്കിൽ ആ ഒരു ഫിറ്റിങ്ങിൽ കുറച്ചും കൂടി ഭംഗി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരു പ്രിൻസസ് കട്ട് അല്ലെങ്കിൽ ഒരു ഡാർട്ട് കട്ട് ഒക്കെ നിങ്ങൾ അതിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ ഒരു ബ്ലൗസിന്റെ ഫിറ്റിങ്ങും കാര്യങ്ങളിലും ഒക്കെ നല്ല രീതിക്ക് വ്യത്യാസം ഉണ്ടാവും. അതേപോലെ ആ ഒരു ഷേപ്പും കാര്യങ്ങളും ഒക്കെ കിട്ടാനായിട്ട് ഈ രണ്ട് കട്ട്സ് അല്ലെങ്കിൽ ഈ രണ്ട് പാറ്റേൺസ് യൂസ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ട് നോട്ട് സോ ഫ്രീക്വന്റ്ലി യൂസ്ഡ്. അതായത് നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യയിൽ ഞാൻ അധികം ഈ ഒരു ബ്ലൗസ് ഡിസൈൻ അധികം ആരും പ്രിഫർ ചെയ്ത് കണ്ടിട്ടില്ല. കൂടുതലും നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് ആൾക്കാർ ഈ ഒരു ഡിസൈൻ ഓപ്റ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഇതാണ് ഖട്ടൂരി കട്ട്. ഈ ഒരു ഖട്ടൂരി കട്ട് കൂടുതലും ലെഹങ്ക പാറ്റേണിൽ ആണ് കൂടുതലും ആൾക്കാർ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. ബട്ട് വാട്ട് ഇഫ് നമുക്ക് നമ്മുടെ ഒരു സാധാ പട്ടുപാവാട രീതിയിൽ നിന്ന് മാറി, അതിൽ നിന്ന് മാറിയാണല്ലോ കുറച്ചും കൂടി പുരോഗമിച്ചാണല്ലോ നമ്മുടെ ഈ ഒരു അംബർല അല്ലെങ്കിൽ ഡബിൾ അംബർല സ്കേർട്ട് വന്ന് അതിലൊരു ക്രോപ്പ് ടോപ്പും കാര്യങ്ങളൊക്കെ ആൾക്കാർ പെയർ ചെയ്ത് തുടങ്ങിയത്. അതിൽ നിന്നും കുറച്ചും കൂടി ഒരു പുരോഗമിച്ച്, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചും കൂടി ഒരു ലുക്കിനെ എൻഹാൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കട്ടൂരി കട്ട് ഒരു ടോപ്പ് പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു ബ്ലൗസിൽ ഈ ഒരു കട്ടൂരി കട്ട് യൂസ് ചെയ്ത് അഗൈൻ ഈ ഒരു അംബർല അല്ലെങ്കിൽ ഡബിൾ അംബർല സ്കേർട്ട് ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും. ഈ ഒരു കട്ടൂരി കട്ട് വന്നിട്ട് അത് കുറച്ചും കൂടി ഒരു ചെസ്റ്റിലേക്ക് പ്രൊജക്ഷൻ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു കട്ടാണ്. ബട്ട് അതിൽ കുറച്ച് എംബ്രോയിഡറി കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ത്രെഡ് വർക്ക് അല്ലെങ്കിൽ ബീഡ്സ് വർക്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇനി നമ്മുടെ നെക്ക് ലൈനിലേക്ക് കുറച്ചും കൂടി ഒരു ഡീറ്റെയിലിംഗ് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മുടെ നെക്ക് ലൈനിലേക്ക് കുറച്ചും കൂടി ഒരു അറ്റൻഷൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഈവൻ ബ്രൈഡൽ ബ്ലൗസ് ഡിസൈൻസിലും ഒക്കെ ഒരുപാട് ആൾക്കാർ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന മറ്റൊരു ഇതാണ് ഈ ഒരു സ്കാലപ്പ് നെക്ക് ലൈൻ എന്ന് പറയുന്ന ഈ ഒരു ഡീറ്റെയിലിംഗ്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ബോഡിയിലേക്കും നമ്മുടെ ഒരു നെക്ക് പാർട്ടിലേക്കും നമ്മുടെ അതിപ്പോ ബ്ലൗസിന്റെ ബാക്കിലാണെങ്കിലും ഫ്രണ്ട് പോർഷൻ ആണെങ്കിലും ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു ഡീറ്റെയിലിംഗ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും.
നമ്മുടെ ബ്ലൗസിൽ ഒരുപാട് നെക്ക് ലൈൻസ് ഇന്ന് അവൈലബിൾ ആണല്ലോ മാർക്കറ്റിൽ. അത് ചുമ്മാ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ തന്നെയും ഒരുപാട് പാറ്റേൺസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്ന് കിട്ടും. ബട്ട് ഈ ഒരു പാറ്റേൺ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. അതാണ് നമ്മുടെ സ്വീറ്റ് ഹാർട്ട് നെക്ക്. ഇത് ഇച്ചിരി നല്ല ഡീപ്പൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് ഈ ഒരു സ്വീറ്റ് ഹാർട്ട് നെക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം അതേപോലെ തന്നെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റൊരു ആക്സസറി പെയർ ചെയ്യുന്നതാണല്ലോ 2 ചോക്കേഴ്സ് ഇങ്ങനെ ലെയർ ചെയ്തിട്ട് നമ്മൾ ഇടുന്നത്. ഇനി അങ്ങനെയല്ല, ഒരു ഇൻവിസിബിൾ ചെയിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഈ ഒരു നെക്ക് പാറ്റേൺ ഭയങ്കരമായിട്ട് ഭംഗി കൊടുക്കുന്ന, നമ്മുടെ ഒരു ട്രഡീഷണൽ ലുക്കിനെ എൻഹാൻസ് ചെയ്യുന്ന, ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ആയി പോകുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ നെക്ക് ലൈൻ ആണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഒരുപാട് തിയറി ക്ലാസ്സസ് തന്ന് നിങ്ങളെ ബോറടിപ്പിച്ചോ? ഐ പ്രോമിസ് ദിസ് ഇസ് ഗോണ ബി ദ ലാസ്റ്റ് വൺ. ഓക്കെ, ഇതിൽ ഞാൻ പറയാൻ പോണത് കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ ബോഡി ടേപ്സ്. അത് ഇപ്പം നമ്മളൊരു സാരി ഉടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഓഫ് ഷോൾഡർ ടോപ്പ് യൂസ് ചെയ്യാണ്, അപ്പം അതൊന്ന് ഫിക്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജ്വല്ലറീസ് നമുക്ക് ഇരിക്കേണ്ട പ്ലേസിൽ നിന്ന് തന്നെ മിസ്പ്ലേസ് ആവാണ്ട് പോവാണ്ടിരിക്കാനായിട്ട് ഒക്കെ ഈ ഒരു ബോഡി ടേപ്സും കാര്യങ്ങളും, അത് ഇൻവിസിബിൾ ആയതുകൊണ്ട് തന്നെ അതങ്ങനെ ഇരിക്കുന്നത് ആരും കാണില്ല. ഓൾസോ തന്നെ നമ്മുടെ ഈ ഒരു സാരി പ്ലീറ്റും കാര്യങ്ങളും ഒക്കെ പിന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, അത് അവിടെ ഇങ്ങനെ ഒന്ന് മുഴച്ചു നിൽക്കും. അപ്പം അങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബോഡി ടേപ്പ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ, ഈവൻ അത് ട്രഡീഷണൽ ലുക്കിൽ മാത്രമല്ല, നിങ്ങളൊരു മോഡേൺ ഔട്ട്ഫിറ്റ് ഇത് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് പല സന്ദർഭത്തിൽ ഉപയോഗം വരുന്ന ഒരു സംഭവമാണ് ഈ ഒരു ബോഡി ടേപ്പ്. നിങ്ങളൊരു വലിയ ഇയറിംഗ് യൂസ് ചെയ്യുന്ന ആളാണോ? നമ്മുടെ നയൻതാരമൊക്കെ വലിയ ഇയറിംഗ്സ് ഇട്ട് നമ്മൾ കണ്ടിട്ടില്ലേ? സോ അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ, ഇപ്പൊ ഞാൻ തന്നെയും എന്തെങ്കിലും ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഒരു വലിയ ഇയറിംഗും കാര്യങ്ങളൊക്കെ ഇട്ട് പോവുകയാണ്. ബട്ട് കുറച്ച് കഴിയുമ്പോൾ എനിക്കത് ചെവിക്ക് ഭയങ്കര വേദന തുടങ്ങും, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഹെവിനെസ് തോന്നും. അത് പിന്നെ തലവേദന. അപ്പൊ ഒരു പരിപാടി കഴിയുന്നവരെ ഇടും, അത് കഴിയുമ്പോൾ അത് ഊരി വെക്കും, അല്ലെങ്കിൽ ഫോട്ടോയുടെ സമയം ഇടുമ്പോൾ വീണ്ടും എടുത്തിടും. ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് സ്ട്രെച്ചബിൾ ട്രാൻസ്പെറന്റ് ഇയറിംഗ് സപ്പോർട്ട് ചെയിൻ. ഇത് ഭയങ്കര ട്രാൻസ്പെറന്റ് ആണ്, അതുകൊണ്ട് തന്നെ അത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ കാണില്ല. ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് നമ്മുടെ ആ ഒരു ചെവിക്ക് അത്രയൊരു ഹെവിനെസ്സും ഓൾസോ അത് കാരണം ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ ഒരു ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇത് എഗെയിൻ എല്ലാ വെബ്സൈറ്റ്സിലൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഫാഷൻ സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓൾസോ അതേപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ എന്തായാലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ആക്സസറി ആണ് ഒരു ബീഡഡ് സ്ട്രാപ്പ് ബ്ര. ഇപ്പം നമ്മളൊരു ന്യൂഡിൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മുടെ ബ്ലൗസിൽ അല്ലെങ്കിൽ നമ്മൾ സാരിയുടെ ആയിട്ട് നമ്മൾ പെയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതിന് പകരം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഭംഗിയുള്ള ഇപ്പൊ ഒരുപാട് ബീഡഡ് സ്ട്രാപ്സും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ അത് ഈ നമ്മുടെ എത്നിക് ടച്ചിനെ ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ സാധാ ഒരു നൂഡിൽ സ്ട്രാപ്പിനെ കാട്ടിലും ഇതൊന്നും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി തോന്നി. സോ അതൊന്നും നിങ്ങൾ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇപ്പൊ ഇഷ്ടം പോലെ ഈ ഒരു ബീഡഡ് ആണെങ്കിലും ഒരുപാട് എത്നിക് ഡിസൈൻസിൽ വരുന്ന സ്ട്രാപ്സ് ഒക്കെ ആണെങ്കിലും ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കേരള സാരീന്റെ ഒക്കെ കൂടെ എപ്പോഴും ആൾക്കാർ നമ്മൾ പെയർ ചെയ്ത് കാണുന്ന ഒരു ജ്വല്ലറി എന്ന് പറയുന്നത് കൂടുതലും ടെമ്പിൾ ഡിസൈൻസ് ആണല്ലോ. അപ്പം ഈ ടെമ്പിൾ ഡിസൈൻസ് സ്റ്റിൽ ഇൻ ട്രെൻഡ് ആണെങ്കിൽ പോലും ഇപ്പൊ അതിൽ നിന്ന് മാറി ആൾക്കാർ വേറെ ഒരുപാട് പാറ്റേൺസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ അതിൽ ഇയറിംഗ്സ് വന്നിട്ട് ഈ ഒരു ടെമ്പിൾ ഇയറിംഗ്സിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ഒരു ഇയർ കപ്സ്, അത് സ്റ്റിൽ ആ ഒരു എത്നിക് ടച്ച് അല്ലെങ്കിൽ ആ ഒരു ടെമ്പിൾ ഡിസൈൻസിൽ തന്നെ വരുന്ന ഒരു ഹാങ്ങിങ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറി ഒരു ഇയർ കപ്സും കാര്യങ്ങളും പെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടോട്ടൽ ലുക്കിനെ നന്നായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. സാരി അതേപോലെ നല്ല ഈ ഫ്ലെയർഡ് ആയിട്ടുള്ള സൽവാർസ് ഒക്കെ ഇല്ലേ, അപ്പൊ അതിന്റെയൊക്കെ കൂടെ കൊണ്ടുവരാൻ പറ്റുന്ന അല്ലെങ്കിൽ പെയർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ലൈൻ ആണ് ഈ പേളിന്റെ നെക്ക് ലൈൻ കേട്ടോ. അത് പേളിന്റെ തന്നെ ഈ ഒരു ചോക്കേഴ്സിലും ഒക്കെ അവൈലബിൾ ആണ്. സോ അതൊന്ന് നിങ്ങൾ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അതൊരു ഭയങ്കര യുണീക്ക് ആയിട്ട് ഭയങ്കരമായിട്ട് അറ്റൻഷൻ സീക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജ്വല്ലറി പീസ് തന്നെ ആയിരിക്കും ഈ ഒരു പേളിന്റെ ചോക്കേഴ്സ് വന്നിട്ട്. അതേപോലെ തന്നെ ഇപ്പം ഭയങ്കര ട്രെൻഡിങ്ങും ഫേമസും ആണല്ലോ. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ മലയാളികൾക്കിടയിൽ മഞ്ജു വാര്യർ ആണെന്ന് തോന്നുന്നു ഇതിനെ ഇത്രയും ഫേമസ് ആക്കിയത്. നമ്മുടെ ഇൻവിസിബിൾ നെക്ലസ്, അത് പല വെറൈറ്റീസ് ഉണ്ട്. ഇപ്പം സിംഗിൾ ലെയർ കണ്ടിട്ടുണ്ട്, ഒരു 2 അല്ലെങ്കിൽ 3 ലെയേഴ്സ് വരുന്നത് കണ്ടിട്ടുണ്ട്, ചോക്കേഴ്സ് പോലെ കണ്ടിട്ടുണ്ട്. സോ അതും ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു ട്രഡീഷണൽ ലുക്കിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു കേരള സാരീന്റെ കൂടെ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും.
നെക്സ്റ്റ് വൺ നമുക്ക് നമ്മുടെ ഒരു സാധാ വള അല്ലെങ്കിൽ ഇപ്പം പണ്ട് തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ത്രെഡ് വർക്കിന്റെ ഒക്കെ കൈ നിറച്ചിടുന്ന വളകള്, അല്ലെങ്കിൽ ഈ ടെമ്പിൾ തന്നെ ഡിസൈൻസ് വരുന്ന വളകള്, കാശി, അതേപോലെ നമ്മുടെ പാലയ്ക്ക, ഇതിൽ നിന്നൊക്കെ മാറി നമുക്ക് ഒരിച്ചിരി അന്നും ഇന്നും നമ്മുടെ ട്രെൻഡ് പോകാത്തൊരു സാധനമാണല്ലോ കുപ്പിവള. പക്ഷെ ഈ കുപ്പിവളയിൽ തന്നെ ഇപ്പൊ ഒരുപാട് വെറൈറ്റീസ് കുപ്പിവളാസ് അവൈലബിൾ ആണ് കേട്ടോ. മാറ്റ് ഫിനിഷിങ്ങില്, അതേപോലെ തന്നെ ഗ്ലോസി ടച്ച്, അതേപോലെ മൾട്ടി കളേർഡ് ആയിട്ടുള്ളതുണ്ട്. ഓൾസോ ഈ എംപ്ലിഷ്മെന്റ്സ് വരുന്ന കുപ്പിവളാസ് അവൈലബിൾ ഉണ്ട്. സോ അതെന്തായാലും നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. അത് ഭയങ്കര ഭംഗിയായിരിക്കും. ഒരു കയ്യിൽ നിറച്ച് ഇങ്ങനെ ഫുൾ ഇങ്ങനെ അടുക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും എന്തായാലും. വളകൾ വേണ്ട, ബട്ട് ജസ്റ്റ് കൈ ഒന്ന് പ്ലെയിൻ ആക്കി ഇടണം എന്നുണ്ടെങ്കിൽ സിംഗിൾ ആയിട്ട് നമുക്ക് ലെയർ ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നതാണ് പേളിന്റെ ബ്രേസ്ലെറ്റ്സ് അല്ലെങ്കിൽ പേളിന്റെ വളകൾ. അതും നമ്മുടെ ഈ ഒരു കേരള സ്റ്റൈലിന്റെ കൂടെ നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്തു പോകുന്ന ഒരു ആക്സസറിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഓരോ ജ്വല്ലറീസും വേണ്ട, എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു യുണീക്ക് സ്റ്റൈൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു പടിക്ക് മുന്നിൽ നിൽക്കണം, കുറച്ചും കൂടി ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റ് കുറച്ച് ജ്വല്ലറീസ് ആണ്. ഹിപ്പ് ചെയിന്, ആംലെറ്റ്സ്, നോസ് പിൻസ്, ഓൾസോ നമ്മുടെ കാലിലിടുന്ന കൊലുസ്, ഇങ്ങനത്തെ ജ്വല്ലറീസും അടിപൊളിയായിരിക്കും. ഹേ ഗായ്സ്, അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് കുറച്ച് നന്നായിട്ട് തോന്നുമെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ ഐഡിയാസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് ഐഡിയാസും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ വേണം, അങ്ങനെ വേണം. ബട്ട് ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള നെയിംസ് കാര്യങ്ങളൊന്നും ഒരു പക്ഷെ നമുക്ക് അറിയുണ്ടാവില്ല. അത് ഇപ്പൊ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് അറിയുണ്ടാവില്ല. അപ്പോ ഞാൻ പറ്റുന്ന രീതിയിൽ ഓരോന്നിന്റെ പേരും കാര്യങ്ങളും ഒക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓൾസോ ഞാൻ അവിടെ ഇവിടേക്കായിട്ട് ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ട്. എഗെയിൻ ഐ എം നോട്ട് എ ഫാഷൻ ഡിസൈനർ. എനിക്ക് ഇതിനെപ്പറ്റി വലിയ കാര്യമായിട്ട്, ഓൾസോ ഞാനൊരു സ്റ്റൈലിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. എനിക്ക് എൻ്റെ ഐഡിയാസിൽ നിന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തതും ഓൾസോ ഞാൻ റിസർച്ച് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളും എല്ലാം കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്താണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തത്. ഓൾസോ ഒരു ലുക്കിലും കാര്യങ്ങളിലും ഒന്നും ഞാൻ 100% എൻ്റെ കൊടുത്തിട്ടില്ല. റീസൺ ബീങ്, ഞാൻ പറഞ്ഞ പോലെ ഞാൻ നാട്ടിലല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും സോഴ്സ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ ദിസ് വീഡിയോ ഈസ് sponsored by few of my friends. A huge thank you to Paru, Alina, Keetu, and a big shout out to Dragon. അവളുടെ ശരിക്കുള്ള പേര് ഐശ്വര്യ എന്നാണ്, ബട്ട് ഞങ്ങളെല്ലാം ഡ്രാഗൺ എന്ന് വിളിക്കും. ആളാണ് എൻ്റെ സാരി ഡ്രൈപ്പിങ്, എൻ്റെ ആളായിരുന്നു എൻ്റെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ്. സത്യം പറഞ്ഞാൽ എൻ്റെ സാരി ഡ്രൈപ്പിംഗ് തൊട്ട് എൻ്റെ ഹെയർ സ്റ്റൈൽ തൊട്ട് എല്ലാം ഫുള്ള് ചെയ്തു തന്നത് എനിക്ക് വേണ്ടി. അതെല്ലാവരും ചെയ്യില്ലല്ലോ, അവരുടെ സാധനങ്ങളാണല്ലോ, എൻഡ് ഓഫ് ദ ഡേ അത് അവരുടെ സാധനങ്ങളാണ്. സോ ചിലർക്ക് അതങ്ങനെ ഷെയർ ചെയ്യാൻ കാണിച്ച അവരുടെ മനസ്സ് ഹ്യൂജ് താങ്ക്സ്. ഓൾസോ ഡ്രാഗൺ എനിക്ക് വേണ്ടി ഇങ്ങനെ വന്നു നിന്നു കുറേ സമയം. അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കുമല്ലോ നമുക്ക് വേണ്ടി അവർ സമയം കണ്ടെത്തുന്നത്. സോ അതിനൊരു ഹ്യൂജ് താങ്ക് യു. പിന്നെ ദ മാൻ ബിഹൈൻഡ് ദ ക്യാമറ അഖിൽ, ഓൾസോ ഹ്യൂജ് താങ്ക് യു. ഭയങ്കര ക്ഷമയോടെ എല്ലാം കാര്യങ്ങളും ഇങ്ങനെ ഷൂട്ട് ചെയ്തും ഞാനിങ്ങനെ ഓരോ ലുക്കും മാറിയിട്ടൊക്കെ വരുമ്പോൾ ഓഫ് കോഴ്സ് നമുക്കറിയാലോ, നമ്മൾ ഹെയർ മാറ്റും, സാരി ഡ്രൈപ്പ് ചെയ്യും, അപ്പം മണിക്കൂറുകൾ പോകും. അപ്പൊ എഗെയിൻ അവരും ഈ പറയുന്ന പോലെ സമയമൊക്കെ മാറ്റി വെച്ചിട്ടാണ് അഖിലും ഇതിനു വേണ്ടിയൊക്കെ മെനക്കെട്ട് നിന്നത്. സോ ഹ്യൂജ് താങ്ക് യു. എല്ലാവരും അടിപൊളി സുന്ദരി കുട്ടികളായിട്ട് ഒരുങ്ങി അടിപൊളിയായിട്ട് ഈ ഒരു ഓണം സൂപ്പർ ആവട്ടെ എല്ലാവർക്കും. അപ്പൊ നമ്മുടെ ഓണം വീഡിയോസും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഐ വിൽ സീ യു സൂൺ ആൻഡ് ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ബൈ.